മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യോഹന്നാൻ മാംദാന ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. യോഹന്നാൻ ജനക്കൂട്ടത്തോട് പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനും ശക്തനുമാണ്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ ബോധ്യമാണ് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ കർത്താവ് നമ്മളെക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെക്കാൾ വലിയവനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടുന്നവരാ നമ്മൾ ഓരോരുത്തരും. പരാജയങ്ങളുടെ വഴിയിലൂടെ പലപ്പോഴും കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഒന്നുമില്ലായ്മയുടെ നൊമ്പരം നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിച്ച് ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ബോധ്യത്താൽ നമ്മൾ ഓരോരുത്തരും നിറയണം. ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. അവൻ എന്റെ ജീവിതത്തിന്റെ രോഗങ്ങളെക്കാൾ, എന്റെ ജീവിതത്തിന്റെ കടബാധ്യതകളേക്കാൾ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കാൾ, എന്റെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെക്കാൾ വലിയവനാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കണം. ക്രിസ്തു വലിയവനാ. അത് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ. ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറയണം, എന്റെ ഉള്ളിലുള്ള എന്റെ ക്രിസ്തു, എന്റെ കൂടെയുള്ള എന്റെ ക്രിസ്തു എന്റെ ഈ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. ഈ ഒരു ബോധ്യവും ഈ ഒരു വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അപ്പോ തന്നെ മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ യോഹന്നാൻ പഠിപ്പിക്കുകയാണ്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിന്റെ പൂർണ്ണത, അതാണ് നമ്മുടെ അനുഗ്രഹം. കർത്താവ് പൂർണ്ണനാ. കർത്താവ് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് തരും. പൂർണ്ണമായൊരു വിടുതൽ നമുക്ക് തരും. പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം നമുക്ക് തരും. പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നമുക്ക് തരും. പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും നമുക്ക് നമ്മുടെ കുടുംബത്തിനും തരും. കർത്താവിനോട് ചേർന്ന് നിന്ന, കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ. നമുക്ക് കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ലോകത്തോടല്ല, ലോകത്തിലെ വ്യക്തികളോടല്ല നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്, കർത്താവിനോടാ. കരങ്ങൾ യാചനയോടെ പിടിച്ച് പുതിയൊരു ആഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ നീ വലിയവനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ, നീ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം എനിക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും പിശാചിന്റെ ഉപദ്രവങ്ങള്, നാരകീയ ശക്തികള്, പൈശാചിക ശക്തികള്, ദുരാത്മശക്തികള് ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.